ഞാൻ ടീന, ഇത് പ്രതീക്. ഞങ്ങൾ രണ്ടുപേരുമാണ് സ്റ്റുഡിയോ കോക്കാച്ചി നടത്തുന്നത്. ഇന്നിപ്പം നമ്മളുടെ അടുത്ത് പറയാനായിട്ട് പറഞ്ഞ ടോപ്പിക്ക് വൺ പാത്ത് മെനി സ്റ്റോറീസിന് സെലക്ട് ചെയ്യാൻ കാരണം ഞങ്ങളൊരു കപ്പിളാണ്. നമ്മൾ അങ്ങനെയുള്ള കാരണം ഒരു റിലേഷൻഷിപ്പ് സീരീസിൻ്റെ അടിയിൽ ആണ് നമ്മളുടെ സെഷൻ വെച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളിന്ന് ഞങ്ങളുടെ ഒരു 10 വർഷത്തെ സ്റ്റോറി ടെല്ലിംഗ് ജേർണി പറയുന്നത് സ്റ്റോറീസ് മാത്രമല്ല, ആസ് എ കപ്പിൾ ഞങ്ങൾ എങ്ങനെയാണ് ഒരു ഗിവ് ആൻഡ് ടേക്കിലൂടെ ലൈഫും സ്റ്റോറി ടെല്ലിങ്ങും കൊണ്ടുപോകുന്നത് എന്ന ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ്സ് എ സെയിം പാത്ത് ദാറ്റ് വി ബോത്ത് ആർ ഓൺ. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോറീസും ഉണ്ട്, ഒരുമിച്ച് ചെയ്യുന്ന സ്റ്റോറീസും ഉണ്ട്, വിച്ച് ഇസ് വൈ വി നെയിം ദ സെഷൻ വൺ പാത്ത് മെനി സ്റ്റോറീസ്ന്ന്. അപ്പം ഈ ഒരു സ്ലൈഡ് പറയുന്നതിന് മുൻപ് ഐ തിങ്ക് ഒരു 2011 ഞാൻ ആദ്യമായിട്ട് പ്രതീകിനെ കാണുന്നത്. അപ്പോൾ പ്രതീകിനെ കാണുന്നതിന് മുമ്പ് വീട്ടിലിങ്ങനെ ഞാൻ വിപ്രോയിൽ ജോലിയുള്ള സമയം IT-യിലായിരുന്നു. ഐ ഓൾവേസ് വാണ്ടഡ് ടു ബിക്കം എ റൈറ്റർ. ഞാനത് എന്ത് എഴുതുന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഓട്ടോബയോഗ്രഫി 50-60 വയസ്സാകുമ്പോൾ എഴുതിയാൽ മതി, എന്നായാലും എഴുതണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഐ യൂസ് ടു വീട്ടിൽ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ മമ്മിയുടെ അടുത്ത് പറയായിരുന്നു എനിക്ക് എഴുതുന്ന ഒരാളെ കല്യാണം കഴിക്കണം. അപ്പം മമ്മി ഇങ്ങനെ എന്തോ ഉച്ചപ്രാന്ത് പറയുന്നതാണ് എന്നുള്ള പോലെ. അപ്പം ചില സമയത്ത് മാട്രിമോണിയിലൊക്കെ കാണിക്കുമ്പം ഞാനിങ്ങനെ ബ്ലോഗിങ് ഒക്കെ ചെയ്യുമല്ലേ, അങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും ക്ലീഷേ സെറ്റിങ്ങിൽ സിനിമാറ്റിക്കലി മീറ്റ് ചെയ്ത 2 ആൾക്കാരാണ്. ഞാൻ ട്രെയിനിൽ വരുമ്പോൾ എൻ്റെ നേരെ എതിർവശത്തെ സീറ്റിലിരുന്ന ആളാണ് പ്രതീക്. അപ്പം ദിസ് ഇസ് വാട്ട് ആ സ്ലൈഡ് പറയണത്. വൺസ് അപ്പോൺ എ ടൈം ഞാൻ അന്ന് ട്രെയിനിൽ നോക്കുമ്പോൾ യെല്ലോ ഫ്രെയിമുള്ള കണ്ണാടി ഇട്ട് കുറേ മാഗസീൻസൊക്കെ ആയിട്ട് എൻ്റെ ഇപ്പുറത്തെ സീറ്റിൽ വന്നിട്ട് ഞാനപ്പോൾ കൈരളിൽ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതായിരുന്നു. അപ്പോൾ പ്രതീക് നോക്കുമ്പോൾ തൊട്ടിപ്പുറത്തെ സീറ്റിലൊരു പെൺകുട്ടി ഇരുന്നിട്ട് തുരുതുരാ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഹീ ഓൾസോ ഗോട്ട് ഇൻട്രീഗ്ഡ്. അങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയത്. അടുത്ത സ്ലൈഡാക്കും. അപ്പോൾ അന്നിങ്ങനെ ഞങ്ങൾ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. വി ടോക്ക്ഡ് അബൌട്ട് ബുക്സ്, സിനിമ, എഴുത്ത്. അപ്പം ഹീ വാസ് NID-യിൽ പഠിച്ചിട്ട് പ്രതീക് ഒരു കോമിക്സ് പബ്ലിഷിംഗ് തുടങ്ങണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പം ഹി ടോൾ മീ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ, ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ, ഈ സിനിമ കണ്ടിട്ടുണ്ടോ, ആ സിനിമ കണ്ടിട്ടുണ്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി കുറേ വൈകി ആ ട്രെയിനിലിരുന്ന് വർത്താനം പറഞ്ഞു. അടുത്ത സ്ലൈഡ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ, ഞങ്ങൾക്ക് സ്ലൈഡിൻ്റെ കൺട്രോൾ ഇല്ലാത്ത കാരണം ഇങ്ങനെ സ്ലൈഡ് മാറ്റേണ്ടി വരും. അപ്പോൾ അന്ന് ആ ട്രെയിനിൽ വെച്ച് ഞങ്ങൾ ഒരു കാര്യം വി റിയലൈസ്ഡ് വാസ് വി ബോത്ത് ആർ ബോൺ ഓൺ ദ സെയിം ഡേ. 4 വർഷത്തെ വ്യത്യാസമുണ്ട്, പക്ഷെ സെയിം ബർത്ത് ഡേറ്റ് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു ഏപ്രിലാണ് മീറ്റ് ചെയ്തത്, ഫെബ്രുവരിയിലാണ് ബർത്ത്ഡേ. അപ്പം 8 മാസം ദെൻ വി വർ നോട്ട് ഇൻ ടച്ച്. 8 മാസം കഴിഞ്ഞപ്പോൾ ഐ മെറ്റ് പ്രതീക് അഗെയിൻ. പ്രതീകിൻ്റെ ഫസ്റ്റ് ബുക്ക് ഹഷിൻ്റെ ലോഞ്ച് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. അപ്പോൾ ഹി ഇൻവൈറ്റഡ് മീ. ഓർമ്മയുണ്ടോ, അന്ന് ട്രെയിനിൽ മീറ്റ് ചെയ്ത ആളാണ്. നമ്മൾ രണ്ടുപേരും ഒരേ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ബർത്ത്ഡേയുടെ ദിവസം വിഷ് ചെയ്യാനായിട്ട് ഓർത്തു. അടുത്ത ആഴ്ച എൻ്റെ ബുക്കിൻ്റെ ലോഞ്ച് ഉണ്ട്, വുഡ് യു ലൈക്ക് ടു കം എന്ന് ചോദിച്ചു. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഇതാണ് ഹഷ്. ഞാൻ ഈ ബുക്ക് അന്ന് അത് കേട്ടപ്പോൾ ഓർഡർ ചെയ്തു. ചെറുപ്പത്തിൽ അമർചിത്രകഥ, ബാലരമ, പൂമ്പാറ്റയ്ക്ക് അപ്പുറത്തേക്ക് ഞാൻ കോമിക്സ് വായിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ബുക്ക് കയ്യിൽ കിട്ടിയപ്പം ഇറ്റ് ഈസ് എ സൈലൻറ്റ് ഗ്രാഫിക് നോവൽ. അപ്പോൾ എന്നോട് പറഞ്ഞ് ബുക്കിൻ്റെ റൈറ്റർ പ്രതീകാണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇയാളിൻ്റെ അത് എന്താണ് എഴുതിയിരിക്കുന്നത്. അത്രയും പൊട്ടത്തിയായിരുന്നു ഞാനപ്പോൾ. അടുത്ത സ്ലൈഡ്. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്കൂളിലൊരു ഗൺ ഷോട്ട് നടക്കുമ്പോൾ ആ ബ്ലാക്ക് ബോർഡിലുള്ള ക്രാക്കാണ്. ഞാനിതിനെ സ്പൈഡർ വെബായിട്ടാണ് അന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തത്. എന്നിട്ട് ഐ വെൻറ്റ് ഫോർ ദ ലോഞ്ച്. നെക്സ്റ്റ്. സോ ദിസ് ഇസ് ഒരു ഫാൻ ഗേൾ ആയിട്ട് ഞാൻ പോയിട്ട് പ്രതീകിൻ്റെ ബുക്ക് സൈൻ ചെയ്ത് മേടിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വി ബിക്കെയിം ഫ്രണ്ട്സ്. ബാംഗ്ലൂർ ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം സ്ലോലി ഈ റൈറ്റർ ആവണം എന്ന ആഗ്രഹം ഉള്ളിലുള്ള കാരണം ഐ വാസ് ആക്ച്വലി ഗെറ്റിംഗ് എ ഗ്ലിംസ് ഇൻ ടു എ വേൾഡ് ഓഫ് റൈറ്റിങ്ങും. അങ്ങനെ പ്രതീക് ചിലപ്പം വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റ്സ് എനിക്ക് അയച്ചു തുടങ്ങി. അങ്ങനെ ആ സ്ക്രിപ്റ്റ്സ് ഒക്കെ വായിച്ചിട്ട് ഇങ്ങനെയാണല്ലേ ഒരു ഗ്രാഫിക് നോവലിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്, പാനൽ 1, പാനൽ 2 ഒക്കെ കണ്ടിട്ട് ഇതൊന്നും എഴുതാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ പാസീവ്ലി ഞാനിതെല്ലാം അങ്ങനെ കണ്ട് ഐ സ്റ്റാർട്ടഡ് ലേണിങ് സബ്കോൺഷ്യസ്ലി മേ ബി. നെക്സ്റ്റ്. അപ്പോൾ അത് ഹഷ് ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനിങ്ങനെ കുറേ കോമിക്സും ഒക്കെ വായിച്ച് ഒരു ദിവസം
ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ കണ്ടിന്യൂ ഫ്രം ഹിയർ കണ്ടിന്യൂ ഫ്രം വിൽ കീപ് സ്വിച്ചിങ് ലൈക്ക് ദിസ് ഓൾസോ. അപ്പം ഞങ്ങൾ ആ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് ദിലീപും കൂടെ വി ആർ റണ്ണിങ് എ പബ്ലിഷിംഗ് ഹൗസ് കോൾഡ് മാൻറ്റാരെ ബാംഗ്ലൂരിൽ നിന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ഹഷ് ഇറക്കി വി ആർ ഡൂയിങ് ഡൽഹിയിലൊരു മിൻറ്റ് ന്യൂസ് പേപ്പറിന് വേണ്ടി എല്ലാ വീക്കും വി ആർ ഡൂയിങ് എ കോമിക്, ഫുൾ പേജ് കോമിക്. പക്ഷേ ബുക്സൊന്നും ഇറക്കുന്നില്ല. അപ്പം എനിക്കിങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നു മിക്സ് ടേപ്പ് എന്ന് പറഞ്ഞൊരു ഐഡിയ. ബേസിക്കലി ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു 3-4 പേജുള്ള കഥകൾ, ചെറിയ സ്റ്റോറീസ്, കോമിക്സ്, ഒരു ആന്തോളജി പബ്ലിഷ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ടീനായിട്ട് സംസാരിച്ചു. ദെൻ ഞങ്ങൾ ബേസിക്കലി മിക്സ് ടേപ്പ് 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പം സോ ഞാനും ടീനയും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് പ്രവീണും വി റോഡ് കോമിക്സ് ഇൻസൈഡ്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ലസ്ട്രേറ്റേഴ്സിൻ്റെ കൂടെ ഞങ്ങൾ ബേസിക്കലി ആ കോമിക്സിനകത്തുള്ള ഇല്ലസ്ട്രേഷൻ വരച്ചിട്ട് ഒരു ഡിജിറ്റൽ കോമിക്കായിട്ട് ഞങ്ങൾ ഇറക്കി. വെച്ചാൽ അപ്പം പ്രിൻറ്റ് ചെയ്യാൻ പൈസയൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി എന്നാൽ പിന്നെ ഡിജിറ്റലായിട്ട് ഇറക്കാം. ഐ തിങ്ക് ഒരു ടാഗ് ലൈൻ പോലെ ബേസിക്കലി ഒരു 55 രൂപയുടെ കോഫിക്ക് പകരം 55 രൂപ എടുത്ത് കോമിക്ക് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിങ്ങനെ വി സ്റ്റാർട്ടഡ് പുട്ടിങ് ഇറ്റ് ഔട്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഇത് ഞാൻ എഴുതി അർച്ചന എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ട് ഫ്രണ്ട് വരച്ചതാണ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നെക്സ്റ്റ്. ഇത് ടീന ആദ്യമായിട്ട് എഴുതിയ ഒരു 10 പേജ് കോമിക്കായിരുന്നു, മൈ ബിലവഡ് എന്ന് പറഞ്ഞിട്ട്. ഒരു കേരളത്തിൽ സെറ്റ് ചെയ്ത ഒരു ലെസ്ബിയൻ കപ്പിളിൻ്റെ ഒരു കഥയായിരുന്നു. അപ്പം ഇത് ഇറക്കി കഴിഞ്ഞപ്പം ഇതിന് അത്യാവശ്യം കുറച്ച് റെസ്പോൺസ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി അപ്പോൾ ഞങ്ങളുടെ റൂമിൽ വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ മേ ബി ഐ തിങ്ക് വി സോൾഡ് അറൗണ്ട് 100 കോപ്പീസ് സംതിങ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ പിന്നെ ഇതിന് പ്രിൻറ്റിൽ ഇറക്കിയാലോ. ആ പ്രിൻറ്റിൽ ഇറക്കാൻ വേണ്ടി ടീനയുടെ ബാങ്ക് അക്കൗണ്ടിൽ 8000 രൂപയുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഷീ ഹാഡ് 8,000 rupees സേവിങ്സ്. എന്നാൽ പിന്നെ ആ സേവിങ്സ് എടുത്തിടാം. വി ടുക്ക് ദാറ്റ് ഐ തിങ്ക് 5,000 rupees ആൻഡ് വി ഡിഡ് ദ ഫസ്റ്റ് പ്രിൻറ്റർ ഓൺ ദ ബുക്ക്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പോൾ ഞങ്ങൾ യാദൃശികമായിട്ട് ഈ നമ്മുടെ പണ്ടൊക്കെ സ്കൂളിൽ ബുക്ക് പൊതിയുന്ന ബ്രൗൺ പേപ്പറിൽ ഒരു ടെസ്റ്റ് പ്രിൻ്റ് എടുത്തപ്പം അത് ഭയങ്കര നന്നായിട്ട് വന്നിട്ട് വി സ്റ്റാർട്ടഡ് പ്രിൻറ്റിങ് ദിസ് ബുക്ക്. ഒരു 100-200 കോപ്പീസ് ഓൺ ഈ ബ്രൗൺ പേപ്പർ പ്രിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സോ ഓൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോറീസ് എല്ലാം നമ്മൾ അഗൈൻ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ പ്രിൻറ്റ് ചെയ്ത്. നെക്സ്റ്റ് പ്ലീസ്. അപ്പം ഈ ഹഷ് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഈ അന്ന് ഫേസ്ബുക്കിലൊക്കെ ബേസിക്കലി വേർഡൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് 13 പേരാണ് ലോഞ്ച് ഇവൻറ്റിന് വന്നത്. അതിൽ 12 പേര് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരായിരുന്നു. ഒരാൾ ആ ബുക്ക് സ്റ്റോറിൽ യാദൃശ്യമായി കയറി വന്ന ആളായിരുന്നു. അപ്പോൾ ഈ ബുക്ക് മിക്സ് ടേപ്പിൻ്റെ ലോഞ്ച് ഇവൻറ്റ് ചെയ്തപ്പോൾ ഞങ്ങളിങ്ങനെ ഫേസ്ബുക്ക് ഇട്ടു. അന്ന് 13 പേര് വന്നു. 14 പേര് വന്നാലും വിൽ ബി ഹാപ്പി എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സോറി. അപ്പം അന്ന് ആക്ച്വലി ടു ആ ഗ്രേറ്റസ്റ്റ് സർപ്രൈസ് അറൌണ്ട് 150 to 200 people turned up. The entire book got sold out. So ശരിക്കും it was a year later I think. I mean, it was a huge leap for us. Next. പിന്നെ ഞങ്ങളപ്പോൾ അപ്പോൾ തന്നെ ഒരു മിക്സ് ടേപ്പ് 2 അഗെയിൻ ആ ഒരു ബ്രൗൺ പേപ്പർ സീരീസിലിറക്കി. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഞങ്ങൾ കോമിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പം ക്രിയേറ്റീവ്ലി ഞങ്ങൾ രണ്ടുപേരും എഡിറ്റോറിയലും വി വുഡ് സെലക്ട് ദ സ്റ്റോറീസ് ആൻഡ് ടീന വുഡ് ബി ദ എഡിറ്റർ ഓൺ മിക്സ് ടേപ്സ്. ഞങ്ങൾ പിന്നെ വി വുഡ് ഫൈൻഡ് ആർട്ടിസ്റ്റ് വർക്ക് വിത്ത് ദം. സോ ഞാൻ അപ്പം പക്ഷേ ഷീ വുഡ് ഡു ഓൾ ദ ഈ ഒരു പബ്ലിഷിംഗ് വെച്ചാൽ യു ഹാവ് ടു ഡു മാർക്കറ്റിംഗ്, യു ഹാവ് ടു റൈറ്റ് ടു സ്റ്റോഴ്സ്, എക്സൽ ഷീറ്റ്സ്, ബേസിക്കലി സ്റ്റോഴ്സായിട്ട് വിളിച്ച് ഇൻവോയ്സ് അയച്ച് ബുക്ക് പാക്ക് ചെയ്ത് അയക്കുക. ഇങ്ങനെ ഒരു കുറേ ഞങ്ങൾക്ക് 2 പേരേ ഉള്ളൂ. സോ ഫ്രം കോഫി ബോയ് ടു ബേസിക്കലി ഇവൻച്വലി എവറിത്തിങ് ഫോൾസ് അപ്പോൺ us. അപ്പം വൈൽ ഷീ വാസ് ദ വൺ ഈ ശരിക്കും പറഞ്ഞാൽ കോക്കാച്ചി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഒരു കോമിക്സ് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള കാരണം ഇസ് ബിക്കോസ് ഷീ വുഡ് ബേസിക്കലി റൈറ്റ് ടു എവറി സിംഗിൾ സ്റ്റോർ ഇൻ ദ കൺട്രി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റോഴ്സിലേക്ക് അയച്ചു. ഞങ്ങൾ വി വേറൻറ്റ് ഇൻ ഇപ്പം മാതൃഭൂമിയിലും DCയിലും ലാൻഡ്മാർക്കിലൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെയ്യുമായിരുന്നു ബുക്സ് മുഴുവൻ. ആൻഡ് വി ഗ്രൂ ആ പബ്ലിഷിംഗ് ലൈൻ ഓൾസോ. അടുത്ത സ്ലൈഡ് കാണിക്കാമോ? ഇനി നെക്സ്റ്റ് സ്ലൈഡ്സ് ഒന്ന് വേണേൽ ജസ്റ്റ് കാണിച്ചു പോകട്ടോ. സോ ദിസ് ഇസ് അപ്പം സോ 1 second. സോ വാട്ട് ഹാപ്പൻഡ് അപ്പം ഒന്ന് തിരിച്ചു പോവുക. അപ്പം ഒരു സംഭവം നടന്നു വെച്ചാൽ ബേസിക്കലി അപ്പം ഞാൻ കൊച്ചിയിലും ഞാൻ ടീനും ബാംഗ്ലൂർ നിൽക്കുമായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട് ദുബായിലായിരുന്നു. ഇറ്റ്സ് ലൈക്ക് എ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. യു കാൺ മേക്ക് എ കമ്പനി വർക്ക് ലൈക്ക് ദാറ്റ്. അപ്പം ആ കമ്പനി വി ഹാഡ് ടു ഷട്ട് ഡൗൺ മാൻഡാരെ. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കും ഞങ്ങൾ വിചാരിച്ചു പിന്നെ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഓൺ കമ്പനി. കുറേ പേര് ഒരു 50-100 പേര് നോക്കിയിട്ട് ഒന്നിനും URL കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അവസാനം ഒരു ദിവസം രാത്രി ആക്ച്വലി 10 years ago ഓൺ വാലന്റൈൻസ് ഡേ രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ കോക്കാച്ചി എന്ന് പേരിട്ടാലോ. അപ്പോൾ തീനൊക്കെ ഒരു 3 ആഴ്ച എടുത്തു. കോക്കാച്ചി ഒരു നെഗറ്റീവ് കോണോട്ടേഷൻ അല്ലേ, പിള്ളേരെ പിടിക്കാൻ വരുന്ന ക്രീച്ചർ അല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ തലകുത്തി പറഞ്ഞു. പക്ഷേ ദെൻ ഷീ കെയിം ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. ദ ബിഗസ്റ്റ് തിങ് വാസ് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഗൂഗിൾ ഡിഡ് നോ വാട്ട് കോക്കാച്ചി ഈസ് ബിക്കോസ് എവറി അതർ URL യു ലുക്കിംഗ് ഫോർ കിട്ടിയില്ല. അപ്പോൾ കോക്കാച്ചി URL കിട്ടി. അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞു നിങ്ങളുടെ കഥയ്ക്കകത്തുള്ള ഇറ്റ്സ് ആർ വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റോറീസ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് കേട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റോറി ആയിരിക്കും.
സോ വി ടുക്ക് ദറ്റ് നെയിം ആൻഡ് ദെൻ ആ റൂട്ട്സ് എന്നുള്ള കഥയാണ്. ചിലർ പറഞ്ഞു ജാപ്പനീസ് ആനിമേഷൻ ഒരു ഗെയിമിംഗ് കമ്പനിയുടെ കഥയാണ്. 2014 we moved back to കൊച്ചി. അപ്പോൾ കോക്കാച്ചിക്കകത്തൊരു കൊച്ചി ഉണ്ട്. സോ എവറിത്തിങ് ജസ്റ്റ് കെയിം ടുഗെദർ ആൻഡ് നമുക്ക് ആർക്കും കോക്കാച്ചി എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ എന്നാൽ സോ ഇറ്റ് ഗേവ് us an opportunity, why don't we imagine what a കോക്കാച്ചി is. അപ്പോൾ അങ്ങനത്തെ ആണ് കോക്കാച്ചിയുടെ പേര് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത സ്ലൈഡ്സ്. സോ ദിസ് ഇസ് എൻ ഐഡിയ ദറ്റ് ടീന അപ്പം സംഭവിച്ചതല്ല. എല്ലാവരും ഇത് പറഞ്ഞ പോലെ എല്ലാവരും അമർചിത്രത വായിച്ചു, ബാലരമ വായിച്ചു. പക്ഷേ അപ്പോൾ ഞങ്ങൾ പറയുന്ന സ്റ്റോറീസ് എസ്പെഷ്യലി മുതിർന്നവർക്കുള്ളവരാണ്. അതിൽ വേർഡ്സ് ഇല്ല, ആൾക്കാർക്ക് ഇതിൽ വായിക്കാനൊന്നുമില്ല, ഫുൾ കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം. സോ വി തോട്ട് ഹൗ സോ ഷീ വാസ് ലൈക്ക് നമുക്കിത് എങ്ങനെയാണ് ഒരു കോമിക്സുമായിട്ട് ടച്ച് വിട്ട് പോയ ആൾക്കാർക്ക് ഹൗ ഡു ബ്രിങ് ദം ബാക്ക് ടു കോമിക്സ് ഒരു ഐഡിയ വന്നിട്ട് തീപ്പെട്ടിക്കകത്ത് മാച്ച് ബോക്സ് കോമിക്സ് പറഞ്ഞ ഒരു സീരീസ് വി സ്റ്റാർട്ടഡ്. സോ ഇറ്റ് ഹാസ് സ്റ്റോറീസ് വിച്ച് an 8-year-old can read and an 80-year-old can read. അത് ശരിക്കും ഭയങ്കര ഫൺ ആയിട്ടുള്ള കഥകളാണ്. സോ ക്യാൻ യു അടുത്ത സ്ലൈഡ്സ്. സോ ഒരു 6 sets ഓഫ് മാച്ച് ബോക്സ്. അപ്പോൾ ഇതെല്ലാം ഗിഫ്റ്റായിട്ട് പോകുമായിരുന്നു. വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് ഞങ്ങൾ കുറേ ഡിസൈൻ സ്റ്റോഴ്സിലൊക്കെ ഉള്ളത്. അപ്പം കുറേ ടൂറിസ്റ്റ് വരുമ്പം അവർ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ബൈ ദിസ്, ടേക്ക് ഇറ്റ് ബാക്ക്, ഗിവ് ഇറ്റ് ടു ഫ്രണ്ട്സ്. അപ്പോൾ ദിസ് തിങ് സ്റ്റാർട്ടഡ് ടു ബിക്കം എ ഹ്യൂജ് ഹിറ്റ് ഓൾസോ ഫോർ അസ്. അടുത്ത സ്ലൈഡ്. അപ്പോൾ അതിനകത്തും നമ്മൾ ആസ് യൂഷ്വൽ എന്താണ് കോക്കാച്ചി എന്ന് പറയാൻ വേണ്ടി കോക്കാച്ചിയെക്കുറിച്ചുള്ള കഥയും അതിനകത്ത് ഇട്ടു. പിന്നെ മിക്സ് ടേപ്പ് 3 ആയിരുന്നു ബേസിക്കലി ഒരു 5 ലവ് സ്റ്റോറീസിനൊരു കളക്ഷൻ. സോ വി സ്റ്റാർട്ടഡ് ഡൂയിങ് മോർ ആൻഡ് മോർ ബുക്സ്. ഇതെല്ലാം ബേസിക്കലി ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ നമ്മുടെ ബേസിക് നമ്മൾ ജീവിക്കുക, ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ക്ലയൻറ്റ് വർക്ക് കിട്ടുന്ന പൈസ കുറച്ച് മാറ്റി വെക്കുക, അതെടുത്ത് പ്രിൻറ്റിലേക്ക് ഇടുക. അങ്ങനെ ഇറ്റ്സ് നെവർ ദാറ്റ് കോമിക്സ് ഒട്ടും സക്സസ്ഫുൾ ആയിട്ടൊരു ബിസിനസ് മോഡൽ ആയിരുന്നില്ല ഞങ്ങൾക്ക്. ബട്ട് യു യൂസ് ടു ഡൂ ദീസ് ഇവൻറ്റ്സ്. ബേസിക്കലി ഒരു ബുക്ക് ഇറക്കുമ്പം അതിന് ചുറ്റും ഇവൻറ്റ്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ആ ലാൻറ്റേൺസ് ഒക്കെ ബേസിക്കലി കോമിക്കിൻ്റെ പേജസ് ബേസിക്കലി പ്രിൻറ്റ് ചെയ്ത് അതിട്ട് ലാൻറ്റേൺസ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ വി യൂസ് ടു കോൾ പീപ്പിൾ, ദ ക്രിയേറ്റേഴ്സ് വുഡ് കം. അപ്പോൾ സൈനിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വി യൂസ് ടു ഡു എ ലോട്ട് ഓഫ് ഇങ്ങനത്തെ ഈ ഫിസിക്കൽ ഇവൻറ്റ്സ് ചെയ്യുമായിരുന്നു. ആൻഡ് സോ വി ബിക്കെയിം മിക്സ് ടേപ്പ് ഒരു 3 book സീരീസായി. വി ആർ വർക്കിംഗ് ഓൺ ദ 4th one റൈറ്റ് നൗ. അടുത്ത സ്ലൈഡ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോട് ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് ഫഹദ് ഫൈസൽ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്. അവനൊരു ബുക്ക് എഴുതി, വി പബ്ലിഷ് ദാറ്റ്. നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ്. പിന്നെ ഒരു സൈലൻറ്റ് പിക്ചർ ബുക്ക് കോൾഡ് വിസിറ്റർ. അഗെയിൻ ഇറ്റ്സ് മോസ്റ്റ്ലി ഫോർ അഡൾട്ട്സ് പ്രൈമർലി. നെക്സ്റ്റ്. 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 ഇതൊരു ലവ് സ്റ്റോറിയാണ്, ഞാൻ എഴുതിയായിരുന്നു. ഉനത് വഴിയിൽ എനത് പാർവേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ അന്വേഷിച്ച് ബേസിക്കലി വിണ്ണയെ താണ്ടി വരെ കണ്ടിട്ട് ആ ഹാങ് ഓവറിൽ ഒരു ലിറിക്കലായിട്ടുള്ള ഒരു ടൈറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ട് അറിയാവുന്ന തമിഴ് ഫ്രണ്ട്സിനെല്ലാം വിളിച്ച് ഇതാണ് ആശയം, ഇങ്ങനത്തെ ഒരു വാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചതാണ്. നെക്സ്റ്റ്. ഇതിനകത്ത് അവിയൽ ബേസിക്കലി ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്. ബിക്കോസ് ദിസ് ബോയ് ആൻഡ് ഗേൾ മീറ്റ് ഇൻ എൻ അവിയൽ കോൺസേർട്ട്. ആൻഡ് നെക്സ്റ്റ്. ദിസ് 405, it's by one of our closest friends, and it became a short film which came out on Mubi, and it went to festivals and everything. Next. ഇതും സൈലൻസ് സ്റ്റോറീസ് ആണ്. പലരും ബുക്ക് ഫെയർസിൽ പോകുമ്പം ബേസിക്കലി ബുക്ക് കാണുമ്പം ഇതെന്താ സ്റ്റോറി ബോർഡാണ്, അതായത് അക്ഷരങ്ങളൊന്നുമില്ല, ലൈക്ക് പീപ്പിൾ ഡോണ്ട് റിയലൈസ് ദാറ്റ്. പക്ഷേ ഞങ്ങൾ ഈ സൈലൻസ് സ്റ്റോറീസ് ആണെങ്കിലും ഹഷും ഇതൊക്കെ ആണെങ്കിലും ആൾക്കാർ വാങ്ങിച്ച് then you go back and read it again because there's so many layers inside it. Next. Again, ഇത് വിഷ്ണു, he is the artist. So അന്നൊരു ലൈവ് ഡ്രോയിങ് സെഷൻ പറഞ്ഞു. So people would call out things from the audience and he would sit and draw it live on there. പിന്നെ we did a second series of match boxes. അതിനകത്ത് മറ്റേ ആ മലയാളം ആ തേങ്ങയുള്ളത് മലയാളം മൺസർവാണ്. ബേസിക്കലി മലയാളം അറിയാത്തവർക്ക് ബേസിക്കലി അയ്യോ ഛേ അങ്ങനത്തെ വാക്കുകളുടെ അർത്ഥം എന്താണ്, പക്ഷെ അതെല്ലാം ഒരു കണക്റ്റിംഗ് സ്റ്റോറി കൂടെ പറഞ്ഞ്. സോ ഒരു ടേണിംഗ് പോയിന്റ് ദാറ്റ് ഹാപ്പൻഡ് വാസ് ദാറ്റ് ഈ നമ്മളിങ്ങനെ ലൈവ് ഇവൻറ്റ്സ് ചെയ്യുന്ന കാരണം ഒരു 2000 സോ ഇത് കുറച്ച് പിന്നിലേക്ക് പോയി. ബേസിക്കലി ആ ഞങ്ങളുടെ ഫസ്റ്റ് കമ്പനി പൂട്ടിന് തൊട്ട് മുമ്പ് മിക്സ് ടേപ്പ് 2 ഇറക്കാൻ വേണ്ടി ഞങ്ങളെ പപ്പായ കഫേയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ആഷിഖ് അബുയുടെ ഹീസ് വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് അറ്റ് പപ്പായ. സോ വി ഡിഡ് ദിസ് ഇവൻറ്റ് ദർ. അവിടെയും ഈ പറഞ്ഞ പോലെ ആ അതിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ് എല്ലാം വന്നിട്ട് ദേ മെയ്ഡ് ദിസ് കോമിക് ലൈവ് ഓവർ ദർ. ആൻഡ് വാട്ട് ഹാപ്പൻഡ് വാസ് വി വർ കോൾഡ് ടു ഡു ഗാങ്സ്റ്റർ. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പ്രൊഫസർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഡിസ്നി ഉണ്ട്, പിക്സാർ ഉണ്ട്, പിന്നെ എൻ്റെ ആനിമേഷൻ കമ്പനി വേണമെന്ന് പറഞ്ഞു. പുള്ളി അറിഞ്ഞു. അപ്പോൾ പുള്ളി ഒരു പക്ഷേ ഇത് ആനിമേറ്ററായി നിന്നാൽ യു വിൽ ഓൺലി ബി എൻ ആനിമേറ്റർ, യു വിൽ നെവർ ഗോ അപ്പ് ദ റാങ്ക്സ്, സോ യു ഹാവ് ടു ഡു എൻ MBA. അപ്പം ഞാൻ പറഞ്ഞു MBA ജന്മം തൊട്ടാൽ ചെയ്യില്ല. അപ്പോൾ പുള്ളി അപ്പം എന്നോട് NID പറ്റി പറഞ്ഞു. ഞാൻ NID പോയി അവിടെ പ്രോഡക്റ്റ് ഡിസൈൻ പഠിച്ചു. പക്ഷേ
ആനിമേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കലും ഇറ്റ് ഇസ് നെവർ ഇൻ വൈൽഡസ്റ്റ് ഡ്രീംസ് ദാറ്റ് വിൽ ഹാപ്പൻ. അപ്പം ആഷിക്കേട്ടൻ വിളിച്ചപ്പം ആദ്യം അവർക്ക് ആനിമേറ്റഡ് ട്രെയിലർ വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് എക്സ്പാൻഡ് ആയി. അവർക്ക് ബേസിക്കലി ആ ഫുൾ മമ്മൂക്കയുടെ കഥ ഫുൾ പറയാൻ പറ്റാതെ അത് ആനിമേഷൻ ചെയ്യാൻ പറഞ്ഞു 11 മിനിറ്റ്. പിന്നെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ ക്ലൈമാക്സ് ആനിമേഷൻ ചെയ്യാൻ പറഞ്ഞു. സോ വി ഡിഡ് ദാറ്റ്, റൈറ്റ്? ഐ മീൻ വി ഡിഡ് ഇറ്റ് വിത്ത് എ സ്റ്റുഡിയോ ദാറ്റ് വാസ് ബേസ്ഡ് ഇൻ, ഇപ്പോൾ അവരില്ല. അപ്പോൾ ഗാങ്സ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇത് ഫ്ലൂക്കാണ്, കോമിക്സ് തന്നെ ബേസിക്കലി യു ഹാവ് ടു മേക്ക് കോമിക്സ് വർക്ക് എന്ന് പറഞ്ഞു. പക്ഷേ സംഭവം ഗാങ്സ്റ്റർ കഴിഞ്ഞപ്പം മണിരത്നം കോൾഡ് us ടു ഡു വർക്ക് ഓൺ ഓക്കെ കൺമണി. അപ്പോൾ ആലോചിക്കണം, ഞാനും ടീനൊക്കെ അലൈപ്പായതെ കണ്ട് പുള്ളി ഇങ്ങനെ ആരാധിച്ച് ലൈക്ക് ഹീസ് ലൈക്ക് ഗോഡ് ഫോർ us, റൈറ്റ്? ഐ മീൻ അലൈപ്പായതെ ദളപതി മൈ ഫേവറേറ്റ് ഫിലിംസ് എവർ. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു ലൈക്ക് യു വർക്കിംഗ് വിത്ത് someone like that and your second venture was like amazing. Then there was a Hindi remake of this. And then it's funny because അപ്പം ഈ മിക്സ് ടേപ്പ് പറഞ്ഞ കോമിക് ഗോവയിലൊരു ആക്ടറിൻ്റെ കൈ കിട്ടി. പുള്ളി അത് കൊണ്ടുപോയിട്ട് ബോളിവുഡിൽ അക്ഷയ് വർമ്മയുടെ കൊടുത്തു. അക്ഷയ് വർമ്മയുടെ ഡൽഹി വേലിയുടെ റൈറ്റർ. അക്ഷയത്തിൻ്റെ ഫസ്റ്റ് ഫിലിം കാലാകാന്തി വന്നപ്പം ഞങ്ങളെ വിളിച്ചു. അതിൻ്റെ ഒരു വീട് ദ ടൈറ്റിൽ സീക്വൻസ്, അങ്ങനെയാണ് ആദ്യം ടൈറ്റിൽ സീക്വൻസ് കയറുന്നത് ഞങ്ങൾ. എന്നിട്ട് അതിൻ്റെ ടൈറ്റിൽ സീക്വൻസ് കണ്ടപ്പം ആ സെയിം പ്രൊഡ്യൂസേഴ്സ് അവർ അടുത്ത ഫിലിമായിരുന്നു ലവ് സ്റ്റോറീസ്. അപ്പോൾ ലവ് സ്റ്റോറീസ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും പൈസയുള്ളൂ, ഇതിനൊരു ആനിമേഷൻ സീക്വൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ ടീനോട് പറഞ്ഞു ഇവിടെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യും. അതൊന്നും പറ്റില്ല, മര്യാദയ്ക്ക് ചെയ്യണം. സോ ഷീ കെയിം വിത്ത് എൻറ്റയർ ഐഡിയ ഓഫ് ഹൗ ടു ഡു ഇറ്റ്. നെക്സ്റ്റ് സ്ലൈഡ് കാണിക്കാമോ? സോ വി ഡിഡ് ലവ് സ്റ്റോറീസ് വിച്ച് ബിക്കെയിം നെറ്റ്ഫ്ലിക്സിൻ്റെ ഫസ്റ്റ് ഫിലിം. ആൻഡ് ദാറ്റ് വാസ് എ ഹ്യൂജ് ടേണിംഗ് പോയിന്റ് ഫോർ us ബിക്കോസ് ഇത് കണ്ടപ്പം സോയ അക്തർ ലവ് സ്റ്റോറീസിലെ വൺ ഓഫ് ഡയറക്ടേഴ്സ് ആയിരുന്നു. ഷീ ലവ് ദ വർക്ക്, ഷീ കോൾഡ് us to do ഗളി ബോയ്. സോ വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് ബേസിക്കലി ഈ ടൈറ്റിൽസ് ഞങ്ങൾ കോമിക്സ് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ ഒട്ടും ഇല്ലാ സമയത്ത് ഞങ്ങൾ കോമിക്സ് ചെയ്ത് തുടങ്ങി. സഡൻലി ടൈറ്റിൽ സീക്വൻസ് ഓൾസോ that we weren't seeing, but love stories suddenly happened, and then we were one of the 2 companies that were doing last title sequences in India at that point. So this is like അപ്പം ഇത് ഈ സ്ലൈഡ് വെച്ചാൽ ഇപ്പം തേജസ് ഒരു ഫൈറ്റർ ഫിലിം, കങ്കന റണൌത്തിന്റെ ഫിലിം ആയിരുന്നു, ഡിഡ്ന്റ് വർക്ക്. എംപയർ വാസ് എ മുഗൾ എംപയറിൻ്റെ സാധനം. Pippa is again a war story. So what is happening is that the animation initially, because I at least understood animation better and Tina was still learning and seeing how we were doing it, കുറേ ആനിമേഷൻ പ്രോജക്ട്സ് വരുന്ന എല്ലാം ഒരു മെയിൽ ഈ ഒരു മിലിറ്ററി സാധനമൊക്കെ ഉള്ള. അപ്പം ഐ വുഡ് ജസ്റ്റ് സിറ്റ് ആൻഡ് ഡൂ ദ എൻറ്റയർ തിങ്. ലൈക്ക് ഐ വുഡ് കോൺസെപ്റ്റലൈസ് ആൻഡ് വി ബേസിക്കലി ഡിസ്കസ്. പക്ഷേ എന്നാലും മെയിനായിട്ട് ഞാൻ ലീഡ് ചെയ്യും. ബട്ട് ദർ ആർ സർട്ടൻ സ്റ്റോറീസ് വെയർ ഫോർ എക്സാമ്പിൾ ഇനി മാറ്റല്ലേ, അടുത്ത സ്ലൈഡ് കാണിക്കോ? Like modern love basically is about love stories and it's more feminine in nature. അപ്പോൾ basically എനിക്ക് ക്ലയൻറ്റ് പറയുന്നു എൻ്റെ കളിയോ എനിക്കൊരു വയസ്സിലെ ഐഡിയ ഇല്ല. So then Tina would step in and say, okay, now this she'll take forward. So one of the first films that she directed for as a title sequence was Thurumugam. Rajivettan Thurumugayittu vannappam the entire thing she crafted and she conceptualized. Basically a technical issue വരുമ്പോൾ ഞാൻ ഇൻവോൾവ് ആവുള്ളൂ, അല്ലെങ്കിൽ Tina would go completely, with it. Even അപ്പം പാവാക്കഥകളാണെങ്കിൽ I don't know if you've seen it. Basically it's this അപ്പം പാവാക്കഥകളുടെ പ്രൊഡ്യൂസേഴ്സാണ് ലവ് സ്റ്റോറീസും ഗോസ്റ്റ് സ്റ്റോറീസും എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം അവർ വന്നപ്പം ഞങ്ങൾ 3 സിനിമ കണ്ട് all 3 are about the 4 films. നമ്മൾ ബേസിക് ടൈറ്റിൽസും ചെയ്യുന്ന മുമ്പ് തന്നെ നമ്മൾ വിളിക്കും. 3 കണ്ട് 3 ഓണർ കില്ലിംഗ് ആണ്. ഇങ്ങനെ ഡാർക്ക് അടിച്ച് ഈ അടുത്ത സാധനം കാണാൻ വയ്യത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. പക്ഷേ വി നോ ദം വെരി വെൽ. അപ്പോൾ പറഞ്ഞു വന്നാൽ വേണ്ട. അപ്പോൾ ഷീ സെഡ് വി ഹാവ് ടു ഡു എ പോസിറ്റീവ് സ്റ്റോറി കം വാട്ട് മേ. ഇവിടെ എല്ലാം പെമ്മക്കളെ കൊല്ലുന്ന കാണിക്കുന്നത്. സോ ലെറ്റ്സ് ഡു എ ടൈറ്റിൽ സീക്വൻസ് വെയർ വി സോ ദ ഗേൾ ഇസ് ബോൺ, that girl grows up, falls in love, marries, and she has a girl child. So we don't do that same negative narrative. And she was saying let's use red as a color. So that came from her. So some things you deal with your strength. For example, ഒരു army sequence ഒക്കെ maybe I am better because I watch action films more. Tina ആണെങ്കിൽ she's basically, because she's a girl and because she understands what a girl needs and or what ഒരു a different perspective. So she said let's connect everything with red. അപ്പം ബേസിക്കലി ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലുള്ളതാണ് ലൈക്ക് ദിയോ സിന്ദൂർ, സോ വി സ്റ്റാർട്ടഡ് വിത്ത് ദാറ്റ്. സോ നൗ വിൽ കം ടു ഗോസ്റ്റ് സ്റ്റോറീസ് അഗൈൻ. അപ്പോൾ റെഡ് എന്ന് വെച്ചാൽ നമ്മളൊരു ഗേൾ ചൈൽഡിൻ്റെ ലൈഫിൽ നോക്കുവാണെങ്കിൽ ദർ ഇസ് സിന്ദൂർ, ദർ ഇസ് മൈലാഞ്ചി, ദർ ഇസ് മെൻസ്ട്രൽ ബ്ലഡ്, ദർ ഇസ് ബിന്ദി, എവറിത്തിങ്. അപ്പം അങ്ങനെ പാവകഥകൾ ചെയ്തു. ഗോസ്റ്റ് സ്റ്റോറീസ് ആക്ച്വലി ലവ് സ്റ്റോറീസ് കഴിഞ്ഞപ്പം ഉടനെ ചെയ്തതായിരുന്നു. അപ്പം ഗോസ്റ്റ് സ്റ്റോറീസിൻ്റെ കേസിൽ എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെപ്റ്റ് ക്ലിക്ക് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്ത പ്രോജക്റ്റ് ഗോസ്റ്റ് സ്റ്റോറീസ് ആയിരുന്നു. ലവ് സ്റ്റോറീസ് ഭയങ്കരമായിട്ട് ഫിലിം ഭയങ്കര വർക്ക് ചെയ്തു, ടൈറ്റിൽ സീക്വൻസും ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു ഇതിൻ്റെ ഗോസ്റ്റ് സ്റ്റോറീസിൻ്റെ ടൈറ്റിൽ സീക്വൻസും ഭയങ്കര കിഡ്ലമായിട്ട് ചെയ്യണമെന്ന്. അപ്പം നമ്മൾ ഭയങ്കര സൂപ്പർ അംബീഷ്യസ് ആയിരുന്നു. അപ്പം ഞാനും പ്രതീക്കും ഫസ്റ്റ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക്
അപ്പം ഇത് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ അന്നേരം ഞങ്ങൾക്ക് കൊച്ചിയിൽ പനപ്പള്ളി നഗറിൽ വി ഹാഡ് എ സ്റ്റുഡിയോ സ്പേസ്. അവിടെ നമ്മൾ ഒരു വാള് മുഴുവൻ ബ്ലാക്ക് ബോർഡ് ആക്കി പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലായിരുന്നു നമ്മൾ കോൺസെപ്റ്റ്സ് മുഴുവനും എപ്പോഴും കോൺസെപ്റ്റ്സ് മാത്രമല്ല എല്ലാ തിങ്കിങ്ങും പ്ലാനിങ്ങും എല്ലാം ചെയ്യുന്ന അതിലായിരുന്നു. അപ്പോൾ ഇതൊരു ദിവസം രാത്രി ഇനി മാറ്റല്ലേ, ഒരു പാതിരാത്രിയിൽ നമ്മൾ ഇരുന്ന് ഞാനും പ്രതീക്കും കൂടെ ഗോസ്റ്റ് സ്റ്റോറീസിൻ്റെ കോൺസെപ്റ്റ് ക്രാക്ക് ചെയ്യുന്നതായിരുന്നു ഇത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഫിലിംസ് എല്ലാം കണ്ടിട്ട് നമ്മളൊരു കോൺസെപ്റ്റ് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ഒരു സാധനം അയച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് അനുരാഗ് കശ്യപിൻ്റെ ഫിലിമിൻ്റെ ഒരു സസ്പെൻസ് നമ്മൾ ടൈറ്റിൽ സീക്വൻസിൽ റിവീൽ ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ബട്ട് സെൻഡ് അയച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അതുപോലെ തന്നെ തിരിച്ചു വന്നു പ്രൊഡ്യൂസർ, ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഒരെണ്ണം അയച്ചു. നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതിൻ്റെ അകത്ത് 4 ഗോസ്റ്റ് സ്റ്റോറീസ് ഉണ്ട്, 4 ഫിലിമിൻ്റെ കളക്ഷനാണ്. ഇപ്പോൾ ടൈറ്റിൽ സീക്വൻസ് ഒരു 2.5-3 മിനിറ്റ് ഉണ്ട്. അതിൽ നമുക്ക് ആനിമേഷനിൽ വേറെ ഒരു ഗോസ്റ്റ് സ്റ്റോറീസ് പറയാം, വേറെ ഒരു ഗോസ്റ്റ് സ്റ്റോറി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു ഗോസ്റ്റ് സ്റ്റോറി പറയാം. അപ്പോൾ അങ്ങനെ ഒരു പുതിയ കഥയൊക്കെ ഉണ്ടാക്കി അയച്ചു. അതും പ്രൊഡ്യൂസർ പറഞ്ഞു നിങ്ങൾ അത്രയ്ക്കും ഷൈൻ ചെയ്യേണ്ട, ഡയറക്ടേഴ്സിൻ്റെ കഥ മാത്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരുന്നാൽ മതി, നിങ്ങൾ ഉള്ളിലുള്ള ഫിലിംസുമായിട്ട്. ഡയറക്ടർ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. പക്ഷേ ഒരു ടൈറ്റിൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫിലിമിൻ്റെ ഒരു മൂഡിലേക്ക് ആ വേൾഡിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു കഥ പറയാനായിട്ടുള്ള ഒരു സ്പേസ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു. സോ വി കംപ്ലീറ്റ്ലി പിന്നെയും ബ്ലാക്ക് ഡ്രോയിങ് ബോർഡിലേക്ക് പോയി, ഐഡിയ ഒന്നും കിട്ടാതെ. പക്ഷേ വി സംഹൗ ഹാഡ് ടു ക്രാക്ക് ഇത്, കാരണം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് തരുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസും ആയിരുന്നു ഫ്ലൈയിങ് യൂണിക്കോൺ. അങ്ങനെ ഞാനും പ്രതീക്കും ഒരു ദിവസം കോട്ടയത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു സാധനം പെട്ടെന്ന് എൻ്റെ തലയിൽ ഓർമ്മ വന്നു. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ റൈറ്റർ ജോർജ് ആർ മാർട്ടിൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ ഐഡിയൽ എൻഡിങ് ഓഫ് ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും ലാസ്റ്റ് മരിച്ചു കിടക്കുന്ന ഒരു ഹ്യൂജ് ഒരു സിമെട്രിയോ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അതിങ്ങനെ വിഷ്വൽ ഓർമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞു ലെറ്റ്സ് മേക്ക് ഇറ്റ് മാർച്ച് ഓഫ് ദി ഡെഡ്. ഈ ഗോസ്റ്റ് സ്റ്റോറീസ് എന്നുള്ള എല്ലാ ക്യാരക്ടേഴ്സും ദേ ഹാവ് ബിക്കം ഗോസ്റ്റ് നൗ. എല്ലാവരും അതിൻ്റെ അകത്ത് ജീവിക്കുന്നവരും കഥയ്ക്കകത്ത് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും എല്ലാവരെയും ഗോസ്റ്റ് ആയിട്ട് കാണിച്ചു, ഇൻക്ലൂഡിങ് ദ ഡയറക്ടേഴ്സ്. അനുരാഗ് കശ്യപും സോയയും എല്ലാം അതിൽ ഗോസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ഡയറക്ടർ സ്ലേറ്റ് വരുമ്പോൾ വരണുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു ഗോസ്റ്റ് സ്റ്റോറീസ് ചെയ്തത്. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത് ഇത് നമ്മൾ അതിൻ്റെ സ്റ്റോറി ബോർഡ്സ് അന്ന് ബോർഡിൽ രാത്രി ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു ഐഡിയ പിച്ച് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഐഡിയ ഉണ്ടല്ലോ. പക്ഷേ ഞങ്ങൾക്ക് ആ കഥ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ 2 വർഷം മുമ്പ് വിചാരിച്ചു അത് ടൈറ്റിൽ സീക്വൻസ് ആയില്ലെങ്കിലും ലെറ്റ്സ് ബ്രിങ് ഇറ്റ് ഔട്ട് ആസ് എ കോമിക്. അങ്ങനെ ഞാനും പ്രതീക്കും ആദ്യമായിട്ട് ശരിക്കും ഒരുമിച്ച്, ഇതിനു മുമ്പ് എല്ലാ കോൺസെപ്റ്റ്സിലും നമ്മൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തെങ്കിലും ആദ്യമായിട്ട് ഒരുമിച്ച് എഴുതിയ ബുക്കാണ് രാജ. ഇത് നമ്മുടെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട് പ്രിയ കുര്യനാണ് വരച്ചിരിക്കുന്നത്. ബുക്ക് റിലീസായിട്ടില്ല, മിക്കവാറും ഈ വർഷം തന്നെ റിലീസാവും. ഇത് രാജയിലെ പേജസ് ആണ്. ഇതൊരു ഗ്രാൻഡ് മദറിൻ്റെയും പുള്ളിക്കാരിയുടെ ഒരു പെറ്റ് ഡോഗിൻ്റെയും കഥയാണ്. അടുത്ത സ്ലൈഡ്. ഇത് ഇടിവെട്ട് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാകും. നമ്മളൊരു 2-3 വർഷം മുമ്പ് അനൗൺസ് ചെയ്ത പ്രൊജക്റ്റായിരുന്നു ഇടിവെട്ട്. മലയാളത്തിൽ ഒരു കോമിക് ബുക്ക് സീരീസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഇടിവെട്ട് ഇതുവരെ. ഇത് പ്രതീക് എഴുതുന്ന പ്രൊജക്റ്റാണ്, ഞാൻ അതിൻ്റെ അകത്ത് ഡയലോഗ്സ് ആണ്. അപ്പം ഈ ഒരു ആസ് എ കപ്പിൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യം കോമിക്സ് എഴുതി തുടങ്ങിയപ്പം ഞാൻ പ്രൈമറിലി മലയാളത്തിൽ എഴുതുന്ന ആളാണ്, പ്രതീക് പ്രൈമറിലി ഇംഗ്ലീഷിൽ എഴുതുന്ന ആളാണ്. അപ്പം ഞാൻ ആദ്യം കോമിക്സിനെ എഴുതുമ്പോൾ ഞാനൊരു ഡ്രാഫ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ ഡയലോഗ്സ് എപ്പോഴും റിഫൈൻ ചെയ്യുന്നത് പ്രതീകായിരുന്നു. ഇടിവെട്ട് വന്നപ്പോൾ ശരിക്കും എനിക്ക് പക്ഷെ എപ്പോഴും ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ എന്ന്. അപ്പം ഇപ്പോൾ മലയാളത്തിൽ ഇടിവെട്ടുന്നൊരു സീരീസ് എഴുതിയപ്പം ഞാനാണ് അതിൽ പ്രതീക് എഴുതുന്ന ഡയലോഗ്സിനെ റിഫൈൻ ചെയ്ത് മലയാളത്തിൽ എഴുതാനായിട്ട് പറ്റുന്നു എന്നുള്ളത് പേഴ്സണലി എനിക്കൊരു കുറേ നാൾ കൂടി മലയാളത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. മുൻപേ ഞാനും പ്രതീകും ഈ ട്രെയിനിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ ഒരു ദിവസം എന്നോട് 2011 പ്രതീക് എൻ്റെ അടുത്ത് ഇങ്ങനെ എഴുതാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു തനിക്കൊരു സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതിക്കൂടെ എന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എന്ത് പൊട്ടിച്ചിരിച്ചു അത് കേട്ടിട്ട്, പ്രാന്താണോ ഈ മനുഷ്യന് എന്നുള്ള പോലെ. പക്ഷേ ഇത് കഴിഞ്ഞ Jan 21 കഴിഞ്ഞ മാസം 21 ടൊവിനോ അനൗൺസ് ചെയ്തതാണ്. ഞാൻ എഴുതിയ ടൊവിനോയുടെ അപ്കമ്മിങ് പ്രോജക്റ്റാണ് മുൻപേ. അപ്പം ഒരു ഫുൾ സർക്കിൾ ലൈഫായിട്ട്. ആൻഡ് എനിക്കറിയാം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ പലരും പറയും അങ്ങനെ എനിക്ക് ഒരു എഴുത്തുകാരി ആണെന്നുള്ള ആ ഒരു ജേർണിയിൽ ഒരു പ്രതീക് എന്ന് പറയുന്ന
ഹസ്ബൻഡ്, ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു ഇമ്മെൻസ് സപ്പോർട്ടും ആ ഒരു ഡ്രീം ഇന്ന് മുൻപേൽ നിൽക്കാനായിട്ട് ആസ് എ കപ്പിൾ ഈ ഒരു കോക്കാച്ചി നടത്തി, കോമിക്സ് നടത്തി, ആനിമേഷൻ ചെയ്തു, ആൻഡ് വി സപ്പോർട്ട് ഈച്ച് അതർ. ആ ഒരു ജേർണിയുടെ ഒരു സ്ട്രെങ്ത് കൊണ്ട് മാത്രമാണ് ഐ ഹാഡ് ദ കോൺഫിഡൻസ് ടു റൈറ്റ് എ സ്ക്രീൻ പ്ലേ. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഗുഡ് ഓർ എനിത്തിങ്, ബട്ട് സോ ഇത് ഞങ്ങൾ സ്റ്റുഡിയോ എടുത്തപ്പോൾ ആദ്യമായിട്ട് ബോർഡിൽ ഞാൻ എഴുതിയതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട വേർഡ്സാണ്. ട്രസ്റ്റ് ഡ്രീംസ്, ട്രസ്റ്റ് യുവർ ഹാർട്ട് ആൻഡ് ട്രസ്റ്റ് യുവർ സ്റ്റോറി. ഇതാണ് ശരിക്കും നമ്മുടെ ഒരു ലൈഫ്. ബേസിക്കലി വി ഓൾവേസ് ട്രസ്റ്റ്. പൈസ ഇല്ലാത്തപ്പോൾ കോമിക്സ് ചെയ്തപ്പോഴും വി ഓൾവേസ് ട്രസ്റ്റഡ് അവർ ഡ്രീംസ് ആൻഡ് വി ഓൾവേസ് ഫോളോഡ് എന്താണ് ഹാർട്ട് പറയണത്, ആൻഡ് ദിസ് ഈസ് അവർ സ്റ്റോറി. Does your studio train any aspiring artists, writers, or any creatives of any kind? So we offer internships. The thing is, ഞങ്ങൾ രണ്ടുപേരും വരയ്ക്കില്ല. Like, though I'm a designer and everything, I wanted to draw. We don't illustrate any of the things that we draw. We work with collaborators and animators, and we conceptualize, we script it, we direct it, we produce it. But we don't animate. So what happens is that ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എല്ലാ വർഷം ഇന്റേൺഷിപ്സിൻ്റെ ആപ്ലിക്കേഷൻ വരുമ്പം what we tell most people is that if your illustration or drawing skill is good, then we give internships, because what will happen is you come on board for a live project. We are storytellers, so we'll help you craft a story which will actually come out in the world as a Kokachi book. But an animation project ഞങ്ങൾ ഒരിക്കലും internship കൊടുക്കാം, because we are not, I don't think we are good enough to basically tell you how to animate. അപ്പോൾ അതിന് ആനിമേഷനിലാണെങ്കിൽ, മോഷൻ ഗ്രാഫിക്സിലാണെങ്കിൽ ദർ ആർ സ്പെസിഫിക് സ്റ്റുഡിയോസ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പിൽ ആനിമേഷൻ അയക്കുന്ന പിള്ളേർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഏതൊക്കെ സ്റ്റുഡിയോയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും. പക്ഷേ കോമിക്സിലാണ്, ഒരു ഗ്രാഫിക്സ് സ്റ്റോറി ടെല്ലിങ്ങിലാണ് നിങ്ങൾക്ക് ആ സ്കില്ലുണ്ടെങ്കിൽ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. സ്കില്ലില്ലാത്തവർ ഞങ്ങൾ പറയും ഞങ്ങൾക്കും പഠിപ്പിക്കാൻ അറിയത്തില്ല. അല്ലേ, യു ഹാവ് ടു ഹാവ് ദ സ്കിൽ ബൈ യുവർ സെൽഫ് ബട്ട് ടു ഡ്രോ. പക്ഷേ you don't know how to tell a story or you want to make a comic, then you can come to us. ഞങ്ങൾ മാർച്ചിലും, I mean, we offer around the clock. But yeah, we do offer internships. Yeah. Is it like direct application through? Yeah, email? just ഞങ്ങളുടെ കോക്കാച്ചി as in email, don't DM. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒട്ടും ചെക്ക് ചെയ്യാത്ത ആൾക്കാരാണ്, വാട്സാപ്പിലൊന്നും ഇല്ല. So just email and then basically it's just the two of us in the studio. ഇമെയിൽ ഐ ഡി ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. Okay, thanks. First of all, congratulations on how far you've come. At the reading room, we've actually kept copies of Mixtape and a lot of Studio Kokachi's works. So we've been following you guys ever since. So huge congratulations. It's so amazing to see how far you guys have come over the years. Thank you. My question is, what do you guys do to deal with conflict? Especially ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യുന്നൊരു സ്പേസിൽ വരുമ്പോഴത്തേക്കും ആസ് ക്രിയേറ്റേഴ്സ് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയൻസ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്കും ഹൗ ഡു യു ഡീൽ വിത്ത് ദാറ്റ് ടുഗെദർ? ആക്ച്വലി ഞാൻ ഇതിൻ്റെ അകത്ത് ഇന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള നോട്ട്സിൻ്റെ അകത്ത് ഈ മൈനസ് പോയിന്റ്സ് ആയിട്ട് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു, പറയാൻ മറന്നു പോയതാ. ഇറ്റ്സ് നോട്ട് ഈ പറയണ പോലത്തെ എപ്പോഴും ഗീവ് ആൻഡ് ടേക്കിൻ്റെ അകത്ത് നല്ല അടിയിടും, നല്ല അടിയിട്ട്. ഞങ്ങൾക്ക് വി ഹാവ് 4 dogs. അവരോട് ചോദിച്ചാൽ അറിയാം, കട്ടിലടിയിൽ കയറിയിരിക്കും. സോ നമ്മളെപ്പോഴും കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അത് ഇപ്പം ലൈഫിലും പക്ഷെ എന്താ സംബന്ധിച്ചാൽ നമുക്ക്, എനിക്കും പ്രതീകിനും പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ വേർതിരിച്ച് അറിയാൻ പറ്റാത്ത രീതിയിൽ അതിങ്ങനെ ഇതായിപ്പോയി. അപ്പം ചില സമയത്ത് വഴക്ക് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും കൂടെ ചിലപ്പോൾ പേഴ്സണൽ ലൈഫിലെ കാര്യം പ്രൊഫഷണൽ ലൈഫിൽ ആ വഴക്കിൻ്റെ ഇടയിൽ കയറി വരാം, അങ്ങനെ ഉണ്ട്. അതായത് ഇപ്പം ചിലപ്പോൾ രാത്രിയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് പേഴ്സണൽ ആണോ പ്രൊഫഷണൽ ആണോ എന്ന് നമുക്ക് അങ്ങനെ ഒരു ടൈം ലൈൻ ഒന്നുമില്ല ലൈഫിന്. പക്ഷേ വഴക്ക്, അതായത് ഇപ്പം എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാനൊരു കഥയുടെ ഇപ്പം ഒരു സീൻ, ഒരു സ്ക്രീൻ പ്ലേയിലെ ഒരു സീൻ, ഒരു കോമിക്കിലെ ഒരു സീൻ വരുവാണെങ്കിൽ ഉറങ്ങുന്ന പ്രതീകനെയാണെങ്കിലും എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഒന്ന് വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് പറയും ഇതൊന്ന് കേട്ടിട്ട് നല്ലതാണോ ഒന്ന് പറ. ദാറ്റ് ഇസ് ഹൂ ഐ ആം. ആൻഡ് ഇഫ് ഹി സേസ് എടോ ഇത് ഭയങ്കര ബോറാടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് അതോടെ മാറ്റിയൊക്കെ ഞാൻ അതിൽ ഇൻവെസ്റ്റഡ് അല്ലല്ലോ ഇമോഷണലി, അടുത്ത സീനിലേക്ക് പോവാം. അത് നല്ലതെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെയാണ് ഞാൻ പലപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നത്. പ്രതീകാണെങ്കിൽ ഒരു 6 മാസം അത് ആലോചിച്ചിട്ടൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം ഞാനത് മോശമെന്ന് പറയുമ്പോഴത്തേക്കും ഡിഫെൻസിവ് ഫൈറ്റ്. അതുപോലെ തന്നെ എൻ്റെ അടുത്തും നമ്മൾ കഥ ഇപ്പം ഒരു പ്രൊജക്റ്റിൻ്റെ ബഡ്ജറ്റ് എത്ര വേണം എന്നുള്ള കാര്യത്തിൽ പോലും സംടൈംസ് ഐ സേ നമുക്കിത്ര പറയേണ്ട ബിക്കോസ് വി നീഡ് ദിസ് പ്രൊജക്റ്റ് ഇപ്പം വേണം എന്ന് പറയണതാണ്. പക്ഷേ അപ്പോൾ പ്രതീക് ഇപ്പുറത്ത് നോ വി കാണ്ട്, ഒരു ഇതിലപ്പുറത്ത് നമ്മുടെ വാല്യൂ കുറയ്ക്കാൻ പറ്റില്ല. അപ്പം ഡിബേറ്റ്സ്, ഡിസ്കഷൻ, ഇതെല്ലാം ഫൈറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. പക്ഷേ വൺ ഗുഡ് തിങ് ഐ തിങ്ക് ഇസ് ദാറ്റ് നമ്മൾ
ഇതിൻ്റെ അകത്തൊരു പേഴ്സണൽ ബോണ്ടിങ് ഉണ്ടല്ലോ വിച്ച് ഓൾവേസ് ബ്രിങ് അസ് ബാക്ക്. അപ്പം ഈ ഒരു രണ്ട് പാർട്ട്നേഴ്സ്, ഇൻഡിപെൻഡൻറ്റ് പാർട്ട്നേഴ്സ് ചിലപ്പോൾ അടിയിട്ട് രണ്ട് വഴിക്ക് പോകുമായിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ദർ ഈസ് ദിസ് ബോണ്ടിങ് വിച്ച് ഓൾവേസ് ബ്രിങ് അസ് ബാക്ക്. I think you've been married for 12 years. Sometimes we're both surprised that we're still married for 12 years. But I think we talk. സത്യം ചില അടിയെ കിട്ടി ഞാൻ 2 ദിവസം മിണ്ടില്ല. I take 2 days to ഒരു ഹാങ് ഓവർ മാറാൻ. Tina's hangover will move in 30 minutes. പക്ഷേ what happens, we talk to each other. I'm just saying, as a person, because of personal life, we either say sorry or we'll come back. I think that's been the biggest plus point that I can see. Resentment ഇല്ല, അടി ഉണ്ടാവും, നല്ല അടിയൊക്കെ ഉണ്ടാവും, പക്ഷേ we talk to each other, we keep communicating. I think that's been the only reason why we are still together, because it's not easy to do this. Right? So we try to stop work at 6 o'clock, but you see, I am an early person. I wake up at 6 and I like to sleep at 11. ഇവിടെ ഒരാൾ കുറേ ലേറ്റായിട്ട് എണീക്കുന്നത്, കുറേ ലേറ്റായിട്ട് ഉറങ്ങുന്നത്. അപ്പം ആ ടൈം സോൺസ് ഡിഫറെൻറ്റ്. പണ്ടൊക്കെ സ്റ്റുഡിയോയിൽ പോകുമ്പം എനിക്ക് 8 മണിക്ക് സ്റ്റുഡിയോ എത്തണമെന്ന് വെച്ചാൽ ടീനൊക്കെ രാവിലെ ചക്രശ്വാസമാണ് വലിക്കുന്നത്. Because she's not used to getting up even at 8. Because she likes to work late. അപ്പോൾ അവസാനം ഞാൻ തീരുമാനിച്ചു, I'll go to the studio, she'll come in the afternoon or whatever. അപ്പം അങ്ങനെ. അപ്പം I'm just saying small things can change. പക്ഷേ we talk. We have been talking since that night. So, yeah. Hi. This question might be a little bit of a cliche, but I wanted to know what you do to keep your sort of inventory of ideas full, and to what extent do you think it's healthy for an artist to stay within and perfect their own art style within their comfort zone, and to what extent should you push yourself to find new ideas, to sort of reference from other people's work or to reference from other work in general? Do you think it's healthy to reference heavily in order to sort of find your own art style, to push yourself beyond your comfort zone? Or do you think that authenticity lies more in sort of figuring out just within yourself what it is you like to draw and what it is you like to do and to perfect that, if that makes sense? Are you an artist or a writer primarily? I am an aspiring artist who also writes from time to time. Okay. I'm asking, no, it's a very good question. I think the truth is that we are so undisciplined, or at least I call myself the king of unfinished projects. I write projects to a certain degree, abandon it, then go to the next exciting. I'm like a kid who has ഒരു ടോയ് കിട്ടി, കുറേ നേരം കളിച്ചു, അടുത്ത ടോയ് കിട്ടി കളിച്ചു. Tina is somebody who basically is driven. ഒരു കഥയുണ്ടെങ്കിൽ like മുൻപേ it took 3 years. Okay, not because it took that much time, but because our drive ഉണ്ടായിരുന്നു the moment when Saiju came and asked us, can you guys come up, can you guys write for me and wonder. Like, see, so about, obviously you can see there's a science fiction thing to this film, right? The first science fiction film that she saw was Source Code. We went together. She didn't understand head or tail out of it. The next day, we watch Source Code again and see if I'll understand it. So the next day we met a friend and I was discussing Source Code with her. Tina, ഇവരിതുവരെ പറഞ്ഞ് തീർന്നില്ലേ എന്ന് പറഞ്ഞിട്ട്. So I am the person who writes science fiction, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. And but in the family, the person who's first written a screenplay is actually my wife, who's never been in the genre. But what I'm trying to say is that ശരിക്കും പറഞ്ഞാൽ you have to obviously as an artist develop your own style. So ഞങ്ങൾ see, like I love Neil Gaiman, Tina loves Madhavikutty, or Meera Chechi, Murakami, Unniyar. So there are so many filmmakers, so many writers, so many artists that you'll see around you. You should obviously, basically, when you're growing as an artist, you will copy their stuff. I have copied enough drawings when I wanted to be an artist. പക്ഷേ because നമുക്ക് initially are doing it for practice, right? You're not trying to, you might even imitate, but that's part of your learning. You're walking right now, you're talking right now. This is all because you imitated what you saw as a child in your parents. Humans, imitation is part of our growth. The point has to be that, and when you imitate enough, then you'll get bored of it, and then you'll start developing your own style also. So I don't think you should close up yourself at all. You have to be open to the world as much as possible. Absorb as much, but eventually you will find your style. I think that's definitely there. About ideas, I think, and one of my very good friends used to tell me, if you don't use your ideas, they are like birds, they are like eggs with wings. They'll fly away and go and sit on somebody's head and they'll hatch there. I've seen that happen with one of our most ambitious projects where the idea has gone somewhere else, and I've seen that happen multiple times also because you don't finish things in time. So I think, but at the same time, we've got enough reservoir stories also. You keep getting ideas because you're reading stuff, you're looking at stuff. Some things, like ഒരു ചെറിയ സാധനത്തിൽ ക്ലിപ്പായിരിക്കും ഒരു ഐഡിയ തലയിൽ കിടന്ന്, it grows over time. Ideas are the easiest thing to get.
അതിനെ പിന്നെ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ബുദ്ധിമുട്ട്. Yeah, that I mean, takes time and drive and passion and everything. Like ഈ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന സാധനം തന്നെ it's a like I'm writing one now. I think the idea is, that's the easiest thing to have. But see what's happening, that idea is like a flame, to be honest. അത് നമ്മളൊരു over the process of writing it, you have to keep that same spark inside you alive, because it's going to go through so many turns and you'll sometimes lose. I like self-doubt myself like crazy. അതുകൊണ്ടാണ് ഞാൻ ടീനൊക്കെ ഒന്നും കാണിച്ചു കൊടുക്കാത്തത്. I'll take 1 year before I show her something. She'll be like, ഇപ്പം തന്നെ like she's open to be vulnerable at that. I can't be vulnerable at that. So the only time I discuss stories with her most of the time is we'll be going drive ചെയ്യുമ്പം ഇയാളുടെ മുഖം കാണണ്ടല്ലോ. So we are both looking ahead. So then I can talk without looking at her face, because the moment you're pitching it to somebody, അവരുടെ മുഖം, and I know her so well that മുഖത്ത് ചുളി കൊണ്ട പോയി, then you lose half your confidence. So I say we go on a drive and we talk. അങ്ങനെയാണ് ഞങ്ങൾ പലപ്പോഴും സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്നതൊക്കെ. But I think ideas will come as long as you keep putting them out, and don't be too precious. I think, ഈ idea basically ഇങ്ങനെയൊന്നുമല്ല. You send it out in the world so that new ideas come to you. To quickly follow up to that, how important do you think it is for an artist to have an art style that stands out? Because I think the art community is really saturated right now, especially if you look at social media. Everybody has an art style, everybody's drawing. It's so saturated to the point where even if you develop an art style, it's highly likely that somebody else has a very similar art style. And in order to stand out in social media and in general, it does tend to be important to have like an art style that's sort of never before seen, or is like a signature to you, where if somebody sees that in a library or something, they know, this was drawn by this person. But that's really hard to do at this point, because so many people draw. Is it fine to have an art style that is not new necessarily, not very authentic or original necessarily? Does that compromise one's integrity as an artist? One of my biggest regrets was not drawing. ഞാൻ NID പോകുന്നതിന് മുമ്പ് ഒരു വരയ്ക്കായിരുന്നു. NID ചെന്നപ്പം അവിടെ എല്ലാം കൊലകൊമ്പന്മാരാണ്. You feel so inferior that you stop drawing. So even though I spent 5 years at NID, my biggest regret was not drawing. And then when Instagram came up, I look at all these artists and feel regret after regret that, oh God, so... But the thing was, you'll see one art style, you love it. On the scroll, അടുത്ത art style, oh, I love that also. Now, if I was an artist, I can't draw all those styles. And that's when I realized that as a writer, you can actually collaborate with all of these artists to bring your stories to life. The biggest challenge in Instagram and social media is that I'm not on social media for this very reason, because it demotivates you completely. And you think that, ഇവിടെ basically ഇത്ര ഞങ്ങളുടെ social media page ഞങ്ങൾ നോക്കുമ്പം we can't see how many people liked our thing and all that, because it just kills you. Right? I mean, somebody putting one gag will get some 10,000 likes. നമ്മളൊരു കുറേ വർഷം വർക്ക് ചെയ്തിട്ട് ബേസിക്കലി ഒരു കോമിക് ഇടുമ്പോൾ ബേസിക്കലി കിട്ടുന്നത് 300 ലൈക്ക് ആയിരിക്കും. How do you compare those two things, right? You can't. So I'm saying, as artists also, we're all threatened by AI, right? I don't even care. I'm like, they'll do whatever they want. I mean, like, because I've been seeing, even ഞങ്ങൾ ഫ്രണ്ട്സിനോട് പോകുമ്പം, like the friends who follow AI actively, and they'll show us, you scroll ചെയ്യുമ്പം, like Midjourney has a Facebook page where there's, and after a point you're like, it just looks the same, right? They all start looking the same. I think the biggest, I think you have to stay true to yourself. Like I said, see, we were making comics when nobody in India was making comics. We've only done some 10 books so far, but somehow the work we did, we were not trying to do mythology. We swore we not do mythologies. I mean, the mythology has been told 10,000 different ways. We don't want to do superheroes because I can't see a superhero jumping through skyscrapers here. So you try and tell what makes sense to you. Like Tina's Munbe is a science fiction story, but it's a very rooted thing. We like I love science fiction. But the stories I'll tell will be basically set in Kerala. ഇവിടെ നാട്ടുംപുറത്ത് basically where it makes sense to us. അല്ലാതെ basically ക്രിസ്റ്റഫർ നോളൻ ചെയ്ത സാധനം കൊണ്ടുവന്ന് ഇങ്ങോട്ട് മലയാളത്തിലാക്കാൻ നോക്കുന്നതല്ല. What makes sense? So you have to find that. What is the kind of story that you want to say by yourself? Because what I have realized is that there are so many others like us who want those kind of stories. I remember there's this artist called Jasjot Singh Hans. He drew My Beloved. Okay, he had studying in MICA in Baltimore. And I didn't പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട്, and he has a very distinct style. So Jasjot's a heavy set guy. Okay, so he would draw women who are really plus size. And he would draw them with joy. Jasjot 10 വയസ്സ് പോലെ basically he would start drawing naked women. That's, and his parents were completely like very free. So the kind of women he draw were like so iconic. Like he has his black ink വെച്ചിട്ട്.
എന്നിട്ട് ജസ്ജോതിൻ്റെ അമ്മ അപ്പോൾ ഞങ്ങൾ ഡൽഹി പോയപ്പോൾ ചോദിച്ചു, ജസ്ജോത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ബിക്കോസ് എവറിബഡി ഈസ് ഡ്രോയിങ് ദിസ്, മറ്റേ ഈ വെബ്സൈറ്റിലൊക്കെ പോകുമ്പോൾ ബേസിക്കലി ആ ഒരു എക്സ്പ്ലെയിനർ വീഡിയോ കൈൻഡ് ഓഫ് സ്റ്റൈലാണ് എല്ലാവരും US വരച്ചുകൊണ്ടിരിക്കുന്നത്. ഹിസ് സ്റ്റൈൽ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്, ഷുഡ് ഹി ചേഞ്ച് ഇറ്റ്? അപ്പോൾ I was we were telling him, don't do that ever. Stick to your style because you start following a trend that ഇന്നത്തെ കാലത്തെ ട്രെൻഡ് ലാസ്റ്റ് ലൈക്ക് നോട്ട് ഈവൻ എ ഡേ, റൈറ്റ്? അപ്പോൾ നിങ്ങൾ ലൈക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് ഇന്ന് ബേസിക് പാട്ട് ഹിറ്റ് എല്ലാവരും ഡാൻസ് ചെയ്യും, നാളെ അടുത്ത പാട്ടിട്ട് അടുത്ത് ഡാൻസ് ചെയ്യും. So just stuck with his style. Now he's drawing for New York Times, he's drawing for the Washington Post, he's drawing, but that's the struggle you have, because it takes time amongst all this noise for that person to find you, for that person who wants to hire you, for your ways to break out. അത് എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം I know Saiju came to us for a film script because he felt that our stories were different and നിങ്ങളൊരു പരിപാടി പിടിക്കുന്നുണ്ട് എന്നുള്ളൊരു റെക്കഗ്നിഷനിലാണ്. But that comes after that struggle. അല്ലാതെ ഇപ്പോൾ നമ്മൾ സാധാരണ കഥ പറയാനാണെങ്കിൽ there are enough stories of that. What makes you unique, bring that to your art. Don't worry about whether it looks like other people's work or trying. Can you invent a new art style? I don't even know at this point, right? I mean, because അതെന്തായാലും അവിടെ മിഡ് ജേണി ഇരുന്ന് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്, right? I think your heart and your stories and your pain, bring it to your work. It will show. It will take time. You have to stick on this. Right, you have to stick through this. അല്ലാതെ ഞങ്ങൾക്ക് it's not like we are out of the woods even today, like financially and all. It's not a great thing. നമ്മളിങ്ങനെ ചെയ്തു പോകുന്നു. But we are storytellers. Our only thing is we are storytellers. So we'll tell stories in comics, in film, in animation, in gaming. That is what I think we are confident about, right? So, but we are true to ourselves. I think that's what we know. Yeah. Right. Thank you so much. That was insanely helpful. Thank you, both of you. As a writer and storyteller, I work with kids, right? And not all of them are people who are writers. A lot of them also want to be artists, and they are more visual storytellers. So, since I'm not coming from a visual background at all, do you have any tips or ideas for how to work with children who are more visual, or how to encourage them with visual storytelling? Because Kokachi is a dream that you guys have built together, right? And if any of the kids who come to the reading room or any other places that we visit also have something similar, how do you encourage that? ഞങ്ങൾ എന്താ ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇഫ് അറ്റ് ഓൾ എ കിഡ് ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റോറീസ് ഓർ ഇൻ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്, we buy good books. That's all we do, which you guys are already doing. So I think that's good enough. I think expose them to as much visual stuff as possible. I think that might be the best way to do it. We're writing a comic for children now, right? For the first time. But I think like we're writing a comic for children. The script is done. We have to start illustrating it and everything. But we don't have kids of our own. So what are you going to do? You're going to like basically kadek I came teen avoid and friends in a narrate you. But we are trusting our personal thing. Nangal basically okay, e-book basically like there are enough examples market that you can try and do it like that, which we don't want to do. This is our story. We tell it the way we want to. Whether it become, we're not looking commercially basically. So, but what I'm trying to say. So we don't know the answer to that, to be honest. But I think the best thing is expose them to good books, and like I think good animation on thing, but not on the screens. I think like give them physical books to read. I think that's the one thing. Yeah. So I have an offshoot to that question, because we do deal with a lot of children who enjoy animation and drawing and everything and visual storytelling. We also do get a lot of questions about what do they do with it? What is the scope, or where can they take it? You guys have done a beautiful dream journey with going on to the title track and now screenplays and everything, but I feel like that's not an opportunity that almost all of them who are going to probably get. So what do you feel about it? Like when we encourage children, there is also a certain sense of honesty where we have to tell them that the struggle is real. So can I have a take on that? See, I think these children are really young, right? I mean, teenagers as well. But see, like I know that like children who are basically getting into arts today, right? I mean, you look at, like I said, you look at AI and then you're like, is there any point to this anymore? I honestly don't know the answer, right? I mean, none of us know the answer to that. But I think when you see, they'll like, okay, I'm an engineer. Toon started when
I got into engineering. I wanted to drop out and go to tours. My parents said nothing doing. I remember BFA ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ BFA ചെയ്യുമ്പോൾ അവർ പറഞ്ഞു it's not a professional course. You don't have a... See, okay, so my father actually discouraged me from basically drawing and everything. എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ബേസിക്കലി ഫ്രണ്ട്സ് വന്നിട്ട് ഏട്ടാ നിനക്ക് സിനിമയിൽ കാണ്ടി ഗോ ആർട്ട് ഡയറക്ഷന് പോകാൻ പറ്റില്ല, സിനിമ ഫീൽഡോ പറ്റില്ല എന്ന് പറഞ്ഞു. സോ മൈ പേരൻസ് ഹാവ് പുട്ട് ഇനഫ് റോഡ് ബ്ലോക്സ് ഇൻ ദ വേ. ബട്ട് ഇവൻച്വലി യു ഫൈൻഡ് യുവർ വേ ബാക്ക് to the thing that called you, because ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാൻ കാരണം is because I wanted to make the robots in Jurassic Park. അപ്പോൾ ട്രെയിനിൽ പോകുമ്പം there was a boy in the upper berth who was studying in IIT who was studying mechanical there and going to the US to do robotics. അപ്പോൾ റോബോട്ടിക്സ് കേട്ടപ്പം എൻ്റെ മനസ്സിൽ പോയത് ബേസിക്കലി അതാണ്. Correct. But the moment I got in engineering, 2 months in engineering, I knew that's not what I wanted to do. I wanted to tell stories. But the Jurassic Park is again storytelling. It's not that I wanted to do mechanical engineering. I think that children, if you give them enough input, I think that's what I've seen, they'll find their way to what they want. Like Tina wanted to do MA, ഞാനിവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സിസ്റ്ററുടെ ഇരിപ്പുണ്ട്, അക്കച്ചി ആർദ്ര. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പുള്ളിക്കാരി സെൻറ്റ് റിസർച്ചിലായിരുന്നു BA ചെയ്തത്. അപ്പം ഞാൻ അന്നേരം പോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ സമ്മതിക്കാതെ എന്നെ എൻജിനീയറിങ്ങിന് വിട്ടതാണ്. അപ്പോഴും എനിക്ക് അപ്പം വല്ല എഴുതണം, എനിക്ക് ലിറ്ററേച്ചർ പോകണം, അല്ല മാസ് കമ്മ്യൂണിക്കേഷൻ എടുക്കണം എന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല. മൈ ഗ്രാൻഡ് ഫാദർ ഒരു പ്ലേ റൈറ്റ് ആയിരുന്നു. എന്നിട്ടും എൻ്റെ അമ്മ സമ്മതിച്ചില്ല. പക്ഷേ ഇവഞ്ച്വലി ഞാൻ അതിൽ തന്നെ വന്നു. Your heart knows the way. I truly believe that your heart knows the way. I mean, that's at least our journey. That is very true. You had a dream and your heart knows what is true, and you will find that. You have to trust that. It's very difficult. That's very difficult. I completely agree. That's very difficult. But I mean, there's no joy if you don't go through a difficulty also, I think. ഞങ്ങൾക്ക് ഇപ്പോൾ ഇരുന്നിങ്ങനെ പറയാൻ പറ്റും. We both know the moments of struggle that you had. I think in 2017-18 വരെ ഒരുപാട് രാത്രികളിൽ ഞാനും പ്രതീക്കും ഇതൊക്കെ വിട്ടിട്ട് ഞാൻ IT-യിൽ തിരിച്ച് അപ്ലൈ ചെയ്യാം, പ്രതീക്ക് ഏതെങ്കിലും ഡിസൈൻ സ്റ്റുഡിയോയിലോ ഏജൻസിയിലോ അപ്ലൈ ചെയ്യുന്നതിന് ഒരുപാട് പ്രാവശ്യം we've thought about it. ആ സ്ട്രഗിൾ ഉണ്ട്, പക്ഷേ you have to cross that. How do you decide that you've sat with an idea or a project for too long, or any part or any stage of the project for too long? That's a very good question. Like I said, I'm the king of unfinished projects amongst us. She is a queen of finished projects completely. See, I think, okay, we have something called a brain trust. I think a fancy vaakana. Basically, my brother is a filmmaker, ad filmmaker. Our closest friends are storytellers. So we send our initial draft album, we send it to people. These friends, or we narrate to them, we get feedback because they are our sensibility. So they'll give us enough feedback. Or so between us, the biggest advantage is when you have an interesting idea, you can share it with each other. That if you have somebody as a sounding board, it always helps. There's this quote that says, when you're painting a picture or worrying, you should stop after a point, because you can't make the picture any better and worrying doesn't change anything. So even with ideas, self-doubt is immense. Like one way to break it obviously is to have somebody whose sensibility you absolutely trust. Basically, you can't go to somebody, let's say, who loves, for example, വിജയുടെ സിനിമ ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സ്ക്രിപ്റ്റ് ആയിട്ട് എന്നിട്ട് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിരിക്കില്ല. പക്ഷെ സെയിം സെൻസിബിലിറ്റി ഉള്ള ഒരാളുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചാൽ. But yeah, I think you should let go of things as soon as you can. Especially in the start of your career, you might imagine if you're an artist or a filmmaker, ഒരു കോമിക് ആയിരിക്കണമെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹം ഒരു 10-300 പേജുള്ളൊരു മാസീവ് എപ്പിക് സാധനം ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ, ഐ വോണ്ട് റൈറ്റ് എ സ്ക്രീൻ പ്ലേ ഈസ് ഇമ്മensely tough. Write a short film or make a 3-page, 4-page comic. Do that. Or if it's an animation, make a 1-minute animation, because in that Instagram 1 minute ke do, we never reel like do. Like do short content because you gain confidence there. It's like practicing. Other thing is, if you're an artist, you have to keep drawing. The best people that we work with today draw every day, and they draw like pencil on paper, like ee system under the. See, both of us write, for example, on notebooks. We don't use the computer until like we have a first draft on a notebook. Because that Control-Z option is the biggest danger. In a notebook, you can go back and see ideas that you had left behind a long time back, but now make sense. Or a sketchbook, you don't have the crutch of a erase tool.
your mistakes are there on the page, but what happens is you'll get to see your growth. ഒരു കഴിഞ്ഞ വർഷം സ്കെച്ച് ബുക്ക് ഇപ്പോഴത്തെ നോക്കിയാൽ യു വിൽ നോ അവിടെ അപ്പോൾ ഇവിടെ ആയിരുന്നു ഇപ്പോഴാണ്. സോ I think practicing one, letting go of ideas faster, because you'll get more ideas, right?